നിരന്തരം ആളെക്കൊല്ലി കാട്ടാൻ ആഷിക്കിന്റെ അടുത്ത് ഇപ്പോഴും കൂളായി നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അധികൃതരെയോ അല്ലെങ്കിൽ വനപാലകരെയോ RRT സംഘത്തെയോ ഒന്നും അതിൻ്റെ അടുത്ത് കാണാനില്ല. ഇപ്പോൾ ഈ ആനയെ തുരത്താൻ വേഗത്തിലുള്ള നടപടികളിലേക്കൊന്നും കടക്കുന്നില്ലേ നിലവിൽ വനംവകുപ്പ്? RRT സംഘവും ഒരു ആശങ്കയിലാണ്. ആനയെ എന്ത് ചെയ്യണം എന്നുള്ളത് RRT സംഘവും ആശങ്കയിലാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെയും RRT സംഘം സംഘടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനയെ എങ്ങോട്ട് തുരത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ആസൂത്രണം നടത്തുകയാണ്. കാരണം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്, ജനവാസ മേഖലകളൊക്കെ തന്നെയും തൊട്ടടുത്തുണ്ട്. സൂര്യനെല്ലി ടൗൺ ഇവിടുന്ന് കേവലം 2 കിലോമീറ്റർ മാത്രം അപ്പുറയാണ്. അപ്പോൾ ശബ്ദമുണ്ടാക്കി മറ്റും ആനയെ ഓടിച്ചാൽ ജനവാസ മേഖലയിലേക്ക് മറ്റോ കടന്നു പോകുമോ എന്നുള്ള ആശങ്കയാണ് ഈ RRT സംഘത്തിനുമുള്ളത്. അതുകൊണ്ട് ഈ ജനവാസ മേഖലയില്ലാത്ത പ്രദേശത്തേക്ക് ആനയെ ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ആ ആന പതിയെ പിന്തുടർന്ന് ഈ യുക്കാലി കാടുകൾക്കുള്ളിലേക്ക് പോകുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആന സ്വമേധയാ പിന്തുടരുകയാണെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു ആലോചനയിലാണ് RRT സംഘം ഇവിടെയുള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് മാധ്യമങ്ങൾക്ക് ഇതിനടുത്തേക്ക് പോകുന്നതിന് വലിയ പരിമിതിയും ഉണ്ട്, ശബ്ദമുണ്ടാക്കുന്നതിനടക്കം വലിയ പരിമിതിയുണ്ട്. ആന ഒരുപക്ഷെ അക്രമാസക്തമോ മറ്റോ ആയാൽ ഇവിടെ ഉള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാധ്യമപ്രവർത്തകർക്കടക്കം വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഏതായാലും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആനയാണ്, നമുക്ക് അത് വ്യക്തമായി തന്നെയും കാണാം. ആ ദൃശ്യങ്ങളിൽ ആന ആ പുല്ല് വലിച്ച് ശരീരത്തിന് മുകളിലേക്ക് ഇട്ട് പതിയെ ഭക്ഷണം കഴിച്ച് അതിനിടയിലൂടെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ്. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നുള്ളതാണ് സൈഫുദ്ദീൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് അരിക്കൊമ്പൻ, ചക്കക്കമ്പൻ പോലെയുള്ള ആനകൾ സ്ഥിരമായി ആക്രമണം നടത്തിയിരുന്ന പ്രദേശമാണ്. സ്ഥിരമായി ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങി ജനവാസ മേഖലയ്ക്കിടയിലൂടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇത്തരം ആളെക്കൊല്ലി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഈ മേഖലയിൽ സ്ഥിരം സംഭവമാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ആന തന്നെയാണ് ഇന്ന് രാവിലെ പിഞ്ചു കുഞ്ഞിന്റെ 11 വയസ്സുകാരനായ കുഞ്ഞിന്റെ മുൻപിൽ ഇട്ട് അമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആ കുഞ്ഞിനും ഗുരുതരമായി തന്നെയും പരിക്കേറ്റിട്ടുണ്ട്. ആ കുഞ്ഞ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനമന്ത്രി ഷിബു ബേബി ജോൺ അടക്കം ഇടുക്കി ജില്ലയിൽ ഉണ്ട്. അല്പസമയത്തിനകം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഷിബു ബേബി ജോൺ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്താണ് ഇവിടെ ദ്രുതഗതിയിൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 35-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൃതദേഹം എടുത്തുകൊണ്ട് പോകുവാൻ വരെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരമുണ്ടാക്കാതെ തങ്ങൾ ഇവിടെ നിന്ന് മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ള നിലപാട് ആദ്യഘട്ടത്തിൽ ഇവിടെ പ്രതിഷേധമുയർത്തിയ നാട്ടുകാർ അടക്കം ഉയർത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അനുനയിപ്പിച്ചുകൊണ്ടാണ് നാട്ടുകാരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത്. ഏതായാലും ഈ ഘട്ടത്തിൽ ജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏറ്റവും അടിയന്തരമായി ഈ പഞ്ചായത്തുകളിലെ ശാന്തൻപാറ, പൂപ്പാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ വനംവകുപ്പ് തയ്യാറാകണം. കൂടാതെ ഈ കൊല്ലപ്പെട്ട യുവതിയുടെ മകന് ഭാവി സുരക്ഷിതമാക്കുന്ന നിലയിലേക്ക് അവന്റെ പഠനം, തുടർന്നുള്ള ജോലി അടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നുള്ള പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് നാട്ടുകാർ വനംവകുപ്പിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇവ അംഗീകരിച്ച് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഈ മരണപ്പെട്ട യുവതിയുടെ മൃതദേഹം തങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതായാലും നിലവിൽ ഈ കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനിടയിലാണ് അതേ സ്ഥലത്ത് രാവിലെ ഒരു കാട്ടാന കൊലപാതകം നടന്ന സ്ഥലത്ത് ഇന്ന് വീണ്ടും ആന ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ ആനയെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി. സാറേ, ഇവിടെ നിന്ന് ഈ ആനയെ ഇപ്പോൾ തുരത്തുന്നുണ്ടോ? എങ്ങനെയാണ് തുരത്തുന്നുണ്ട്? ഒരു ചരിവിലാണ് നിൽക്കുന്നത്. ചരിവിന് മുകളിൽ കയറി കഴിഞ്ഞാൽ റോഡ് ക്രോസ് മറിച്ചുകളിൽ പാസ് ചെയ്യാൻ പറ്റി. എങ്ങനെയാ ശബ്ദവും മറ്റും ഉണ്ടാക്കി തുരത്താനാണോ? ശബ്ദം മറ്റുണ്ടായി. വാച്ചർമാരെല്ലാം സ്ഥലത്തുണ്ട്, നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോ ജനവാസ മേഖലയിലേക്ക് പോകുമോ? ജനവാസത്തിൽ പോകില്ല. ഈ ആന തന്നെയാണോ രാവിലെ ആക്രമണം? അതെ. ഈ ആനയെ നമ്മൾ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? പേരോ മറ്റോ ഉണ്ടോ? ഇല്ല, ഒരു 8ന്റെ കൂട്ടമാണ്. അതിന് 2 സ്പ്ലിറ്റ് ആയി നിൽക്കുക. മേഖലയിൽ നിലവിൽ എത്ര ആനകളുണ്ട്? 18 ആനയുണ്ട്. 18 ആനകളുണ്ട്.
18 ആനകൾ ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ തന്നെ ഇരിക്കും. മലയോട് ചേർന്നുള്ള വനത്തിലും പ്ലാന്റേഷനിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ആനയെ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ആ ചരിവിന് മുകളിൽ കയറി മാത്രമേ തുരത്തി നമുക്ക് റോഡ് മർസകളിലെത്തി പ്ലാന്റേഷനിലേക്ക് കയറ്റിടാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ അത് അക്രമാസക്തനാവും. കുട്ടിയും കൂടെ ഉള്ളതാണല്ലോ. RRT സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ഉണ്ട് RRT സംഘം ഉണ്ട്. അതിനൊപ്പം കുട്ടിയുണ്ട്. ഒരു കുട്ടിയും ഒരു മുതുവാനയും. പിടിയാനെ. ഓക്കെ ശരി. സൈഫുദ്ദീൻ, നമുക്ക് നമ്മളോടൊപ്പം സംസാരിച്ചത് ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ആന ഒരു പിടിയാനയാണ്. ആ പിടിയാനയ്ക്കൊപ്പം ഒരു കുഞ്ഞു കൂടിയുണ്ട്. ചെരുവിലാണ് നിൽക്കുന്നതിനാൽ ആനയെ തുരത്തുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്തായാലും RRT വനംവകുപ്പ് സംഘാംഗങ്ങൾ അവിടെ തൊട്ടടുത്തുണ്ട്. ഭീതിയും ആശങ്കയും ഒട്ടുമേ ഒഴിയാത്ത സാഹചര്യം തന്നെയാണുള്ളത്. രാവിലെ സൂര്യനെല്ലിൽ സിംഗുകണ്ടത്താണ് യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ യുവതിയെ കൊന്ന അതേ കാട്ടാന തൊട്ടടുത്തായി രാവിലെ ഈ യുവതിയെ കൊന്ന സ്പോട്ടിന് തൊട്ടടുത്തായി ഇപ്പോഴും ആ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനെ കാട്ടിലേക്ക് തുരത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. തുരത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ വനപാലകരുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് ആഷിഖ്.